ഏവർക്കും നമസ്കാരം. അഡ്ഹോക് ലേണിംഗിലേക്ക് സ്വാഗതം. മുൻകാല ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2022 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ ചോദ്യപേപ്പറാണ്. മൂന്നാം ഘട്ടത്തിലെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ, ഓപ്ഷൻ ബി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്ഷൻ സി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി ഡിവൈസ് ഡ്രൈവർ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. 43-ാമത്തെ ചോദ്യം. വ്യത്യസ്ത പ്രോട്ടോകോളുകൾ ഉപയോഗിക്കുന്ന രണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ റൂട്ടർ, ഓപ്ഷൻ ബി ഗേറ്റ് വേ, ഓപ്ഷൻ സി ബ്രിഡ്ജ്, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഗേറ്റ് വേ. 44-ാമത്തെ ചോദ്യം. ഒരു HTML പേജിൽ ഒരു ചിത്രം ചേർക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 45-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2002, ഓപ്ഷൻ സി 2008, ഓപ്ഷൻ ഡി 2000. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 2000. 46-ാമത്തെ ചോദ്യം. അമർത്യ കുമാർ സെന്നിന് 1998 ഡാഷ് മേഖലയിലെ സംഭാവനകൾക്ക് നൊബേൽ സമ്മാനം ലഭിച്ചു. ഓപ്ഷൻ എ സാഹിത്യം, ഓപ്ഷൻ ബി സമാധാനം, ഓപ്ഷൻ സി ഭൗതിക ശാസ്ത്രം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല. 47-ാമത്തെ ചോദ്യം. ISROയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ അഹമ്മദാബാദ്, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി ശ്രീഹരിക്കോട്ട, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഹൈദരാബാദിലാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. 48-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം എവിടെയാണ് നിർമ്മിച്ചത്? ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, മഹാരാഷ്ട്ര. 49-ാമത്തെ ചോദ്യം. ഹരിതഗൃഹ പ്രഭാവവാതകങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മീഥേൻ ഒരു ഹരിതഗൃഹ വാതകമാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 50-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നുപോകുന്നു? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 7. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. 51-ാമത്തെ ചോദ്യം. ഇനി മാത്സിലെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു തന്നെ പഠിക്കുക. ഇവിടെ ഉത്തരം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. 51-ാമത്തെ ചോദ്യം. ഗണിത ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ ആകത്തുക 6, 12, 18 തുടങ്ങി 2790. അപ്പോൾ 13, 19, 25 ഗണിത ശ്രേണിയിലെ ആദ്യ 30 പദങ്ങളുടെ ആകത്തുക എത്ര എന്നാണ് ചോദ്യം. ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ എ ആണ് നമുക്ക് ലഭിക്കുക, 3000 എന്നുള്ള ഉത്തരമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. 52-ാമത്തെ ചോദ്യം. 66,411 രൂപയ്ക്ക് തന്റെ മോട്ടോർ സൈക്കിൾ വിറ്റതിലൂടെ ശേഖറിന് 6% നഷ്ടമുണ്ടായി. 6% ലാഭം ലഭിക്കാൻ അവൻ അത് എന്ത് വിലയ്ക്കാണ് വിൽക്കേണ്ടത്? 52-ന്റെ ചോദ്യം ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ സി ആണ് നമുക്ക് ലഭിക്കുക, 74,889 രൂപ. 53-ാമത്തെ ചോദ്യം.
ആശ, ശ്രീരാഗ്, ദിലീപ് എന്നിവരുടെ ശമ്പളം യഥാക്രമം 3:4:5 എന്ന അനുപാതത്തിലാണ്. കോവിഡ് മഹാമാരി കാരണം യഥാക്രമം 5%, 10%, 13% എന്നിങ്ങനെയാണ് ശമ്പളം കുറച്ചതെങ്കിൽ അവരുടെ ശമ്പളത്തിന്റെ പുതിയ അനുപാതം എത്രയായിരിക്കും? 53-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 57:72:87. 54-ാമത്തെ ചോദ്യം 6:7/11 അധികം 13:15/22 ന്യൂനം 7:3/55 ന്യൂനം എക്സ് 7:13/110 ആയാൽ എക്സ് എത്രയാണ്? 54-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 6:8/55. 55-ാമത്തെ ചോദ്യം ഒരു ഗ്രാമത്തിൽ 50% ആളുകൾ കാറും 30% പേർക്ക് ഇരുചക്ര വാഹനവും 15% പേർക്ക് കാറും ഇരുചക്ര വാഹനവുമുണ്ട്. ഗ്രാമത്തിലെ എത്ര ശതമാനം ആളുകൾക്ക് കാറും ഇരുചക്ര വാഹനവും ഇല്ല? ഓപ്ഷൻ എ 60, ഓപ്ഷൻ ബി 65, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 35. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 35. 56-ാമത്തെ ചോദ്യം കൂട്ടുപലിശയും ലളിതമായ പലിശയും തമ്മിലുള്ള വ്യത്യാസം 8% നിരക്കിൽ 3 വർഷത്തിനുള്ളിൽ മൊത്തം 3456 രൂപയാണ്. അപ്പോൾ അസൽ തുക എത്രയാണ്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 57-ാമത്തെ ചോദ്യം സമാന്തര ട്രാക്കുകളിൽ എതിർദിശയിൽ യഥാക്രമം 200 km/h, 160 km/h വേഗതയിൽ 240 മീറ്റർ, 180 മീറ്റർ നീളമുള്ള 2 ട്രെയിനുകൾ ഓടുന്നു. അപ്പോൾ പരസ്പരം കടക്കാൻ എടുക്കുന്ന സമയം സെക്കൻഡിൽ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 4.2 സെക്കൻഡ്. 58-ാമത്തെ ചോദ്യം ഒരു ജോലി 8 പുരുഷന്മാരോ 12 സ്ത്രീകളോ 25 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെങ്കിൽ 10 പുരുഷന്മാരും 5 സ്ത്രീകളും എത്ര ദിവസത്തിനുള്ളിൽ അതേ ജോലി പൂർത്തിയാക്കും? ഓപ്ഷൻ എ 15 ദിവസം, ഓപ്ഷൻ ബി 12 ദിവസം, ഓപ്ഷൻ സി 20 ദിവസം, ഓപ്ഷൻ ഡി 10 ദിവസം. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്, 15 ദിവസം. 59-ാമത്തെ ചോദ്യം സിലിണ്ടറിന്റെ കോണിന്റെയും വോളിയം 25:16 എന്ന അനുപാതത്തിലാണ്. അവയുടെ ഉയരം 3:4 എന്ന അനുപാതത്തിലാണ്. അപ്പോൾ സിലിണ്ടറിന്റെയും കോണിന്റെയും അടിത്തറയുടെ ആരത്തിന്റെ അനുപാതം എത്രയാണ്? ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ലഭിക്കുക, 5:6. 60-ാമത്തെ ചോദ്യം ഒരു കമ്പനിയിൽ 50 ജീവനക്കാരുണ്ട്. 64 കിലോ ഭാരമുള്ള ഒരു ജീവനക്കാരൻ വിരമിച്ചു. ഒരു പുതിയ ജീവനക്കാരൻ കമ്പനിയിൽ ചേർന്നു. ശരാശരി ഭാരം 250 ഗ്രാം വർദ്ധിച്ചാൽ പുതിയ ജീവനക്കാരന്റെ ഭാരം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, 76.5 കിലോ. 61-ാമത്തെ ചോദ്യം 213, 314, 253, 327 വിട്ടുപോയ സംഖ്യ കണ്ടെത്താനുള്ള ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 572. 62-ാമത്തെ ചോദ്യം അർജന്റീന, ബ്യൂണസ് ഐറിസ്, ഭൂട്ടാൻ. അർജന്റീനയുടെ ക്യാപിറ്റൽ ആണ് ബ്യൂണസ് ഐറിസ് എന്ന് പറയുന്നത്. ഭൂട്ടാന്റെ ക്യാപിറ്റൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, തിമ്പു. 63-ാമത്തെ ചോദ്യം ഒരു ക്ലോക്കിന്റെ മിറർ ഇമേജ് സമയം 10:20 കാണിക്കുന്നു. അപ്പോൾ ക്ലോക്ക് കാണിക്കുന്ന യഥാർത്ഥ സമയം എത്രയാണ്? ഓപ്ഷൻ എ 1:20, ഓപ്ഷൻ ബി 1:40, ഓപ്ഷൻ സി 2:40, ഓപ്ഷൻ ഡി 2:20. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1:40. 64-ാമത്തെ ചോദ്യം 1975 ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ചയാണെങ്കിൽ 1970 സെപ്റ്റംബർ 30 ഏത് ദിവസമാണ്? ഓപ്ഷൻ എ വെള്ളി, ഓപ്ഷൻ ബി ശനി, ഓപ്ഷൻ ഡി വ്യാഴം, ഓപ്ഷൻ ഡി ബുധൻ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ബുധൻ. 65-ാമത്തെ ചോദ്യം ഒരു പ്രത്യേക കോഡിൽ JOURNEY എന്നത് VPKSOFZ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേ കോഡിൽ എങ്ങനെയാണ് ACQUIRE എന്ന് എഴുതിയിരിക്കുന്നത്?
65-ാമത്തെ ചോദ്യം ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ സി ആണ് നമുക്ക് ലഭിക്കുക. RDBVJSF. 66-ാമത്തെ ചോദ്യം 10:20 ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഡാഷ് കോണായി മാറുന്നു. ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രാജേഷ് പടിഞ്ഞാറോട്ട് 30 കിലോമീറ്റർ നീങ്ങി. തുടർന്ന് ഇടത്തുവശത്തേക്ക് തിരിഞ്ഞ് 20 കിലോമീറ്റർ നീങ്ങി. എന്നിട്ട് ഇടത്തുവശത്തേക്ക് തിരിഞ്ഞ് 30 കിലോമീറ്റർ നീങ്ങി. ഇതിനുശേഷം അവൻ വീണ്ടും ഇടത്തുവശത്തേക്ക് തിരിഞ്ഞ് 40 കിലോമീറ്റർ നീങ്ങി. അവൻ ആരംഭിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്ര ദൂരമുണ്ട്? ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, 20 കിലോമീറ്റർ. 68-ാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക. 19, 9, 51, 35, 73, 99, 201, 243. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 9. 69-ാമത്തെ ചോദ്യം ഒരാളെ ചൂണ്ടി രാജു പറഞ്ഞു, അവൾ എൻ്റെ സഹോദരന്റെ അമ്മയുടെ ഏക മകളുടെ മകളാണ്. രാജു അവൻ പറഞ്ഞ വ്യക്തിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സഹോദരി, ഓപ്ഷൻ ബി മരുമകൾ, ഓപ്ഷൻ സി ജ്യേഷ്ഠത്തി, ഓപ്ഷൻ ഡി അമ്മായി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, മരുമകൾ. 70-ാമത്തെ ചോദ്യം 90,840-ന്റെ 1/3-ന്റെ 1/4-ന്റെ 1/2-ന്റെ 1/5-ന്റെ മൂല്യം എത്രയാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 757. ഇനിയുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷിലെ ചോദ്യങ്ങളാണ്. 71-ാമത്തെ ചോദ്യം they have spent dash for their son's wedding. Fill up the blanks choosing the right word. 71-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇനഫ്. 72-ാമത്തെ ചോദ്യം ചൂസ് ദ ഓപ്പോസിറ്റ് വേർഡ് ഫോർ സബ്വേർഷൻ. സബ്വേർഷൻ എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കംപ്ലൈൻസ്. 73-ാമത്തെ ചോദ്യം നാൻസി സെഡ് I may leave tomorrow. Report the sentence. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, നാൻസി said that she might leave the next day. 74-ാമത്തെ ചോദ്യം he is polite to everyone. Rewrite the sentence as a negative sentence without changing the meaning. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്, he is never impolite to everyone. 75-ാമത്തെ ചോദ്യം it was the dash fight of the snake with mongoose. Fill up the blank choosing the right word. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 76-ാമത്തെ ചോദ്യം യു ആർ ആൻ ഇന്ത്യൻ ഡാഷ്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടെത്താനുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, RU. 77-ാമത്തെ ചോദ്യം റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ആൻഡ് കംപ്ലീറ്റ്. ഹാർഡ്ലി had I entered the station dash the train left. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, when. 78-ാമത്തെ ചോദ്യം ബ്രൂട്ടസ് stabbed Caesar. Begin the sentence starting with Caesar. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, Caesar was stabbed by Brutus. 79-ാമത്തെ ചോദ്യം if the game is good I dash play it. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, will. 80-ാമത്തെ ചോദ്യം the children will learn dash from their mistakes. Filling the blanks choosing the right option. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, apparently. 81-ാമത്തെ ചോദ്യം the aeroplane dash at the right time. Fill up choosing the right option. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, took off. 82-ാമത്തെ ചോദ്യം the cat dash the mice. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, eats. 83-ാമത്തെ ചോദ്യം there was dash traffic on the way. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, heavy. 84-ാമത്തെ ചോദ്യം frame a question to get the underline as answer. They lived here for long living. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, where do they live. 85-ാമത്തെ ചോദ്യം I was not unmindful of the fact.
പിക്ക് ഔട്ട് ദ ഫ്രേസ് നിയറസ്റ്റ് ഇൻ മീനിങ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഹാഡ് നോട്ട് ഫോർഗോട്ടൺ, വാസ് അവെയർ ഓഫ് ദ ഫാക്ട്. 86-ാമത്തെ ചോദ്യം. ദ കറപ്റ്റ് ഒഫീഷ്യൽസ് ഹാഡ് ഡാഷ് ബ്രൈബ്. ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ. 86-ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ എ ആണ്, അക്സെപ്റ്റഡ്. 87-ാമത്തെ ചോദ്യം. എ ഗവൺമെന്റ് റൺ ബൈ എ ഡിക്റ്ററ്റർ ഈസ് ടേംഡ് അസ്. 87-ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ എ ആണ്, ഓട്ടോക്രസി. 88-ാമത്തെ ചോദ്യം. ബാഗ് ആറ്റ് ബാഗേജ്. ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ടു ഗെറ്റ് ദ മീനിങ് ഫുൾ എക്സ്പ്രഷൻ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. 89-ാമത്തെ ചോദ്യം. He dash in the States, but he still doesn't have a command over the English language. 89-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹാസ് ബീൻ ലിവിംഗ്. 90-ാമത്തെ ചോദ്യം. കംപ്ലീറ്റ് ദ ഫോളോയിങ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്. ദ ബോയ് വാസ് ഡാഷ് ബൈ ഹിസ് അങ്കിൾ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ 10 ചോദ്യങ്ങളാണ്. 91-ാമത്തെ ചോദ്യം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, സ്രഷ്ടാവ്. 92-ാമത്തെ ചോദ്യം. ക്ഷമിക്കാൻ പറ്റാത്തത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അക്ഷന്തവ്യം. 93-ാമത്തെ ചോദ്യം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച നാടകം ഏതാണ്? ഓപ്ഷൻ എ കാഞ്ചനസീത, ഓപ്ഷൻ ബി ദൈവത്താർ, ഓപ്ഷൻ സി കൂട്ടുകൃഷി, ഓപ്ഷൻ ഡി പാട്ടബാക്കി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കൂട്ടുകൃഷി. 94-ാമത്തെ ചോദ്യം. മൺകലം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, മണ്ണുകൊണ്ടുണ്ടാക്കിയ കലം. 95-ാമത്തെ ചോദ്യം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ കവികൾ, ഓപ്ഷൻ ബി കിളികൾ, ഓപ്ഷൻ സി സ്വാമികൾ, ഓപ്ഷൻ ഡി പൂക്കൾ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സ്വാമികൾ. 96-ാമത്തെ ചോദ്യം. ലോപം എന്ന വാക്കിന്റെ അർത്ഥം എടുത്തെഴുതുക. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കുറവ്. 97-ാമത്തെ ചോദ്യം. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, നേത്രി. 98-ാമത്തെ ചോദ്യം. അധ്വാനത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അണ്ണാൻ കുഞ്ഞും തന്നാലായത്. 99-ാമത്തെ ചോദ്യം. വാക്ക് എന്ന പദത്തിന്റെ പര്യായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വാണി. 100-ാമത്തെ ചോദ്യം. ശരിയായി പിരിച്ചെഴുതിയത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, തിരുവാതിര, തിരു ആതിര. ഇതോടുകൂടി 100 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു ചോദ്യപേപ്പറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും നന്ദി.